വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു കുഞ്ഞൊരു ഡേ ഔട്ട് കേട്ടോ. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ. എന്നത്തെയും പോലെയൊന്നുമല്ല, ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ടു. ഇന്നത്തെ മോർണിംഗ് തുടങ്ങിയത് തന്നെ ഒരു 4:45 സമയത്തൊക്കെ ഞാൻ നീച്ചിട്ടു. സാധാരണ ആ നേരമൊന്നും ഞാൻ കാണാറേ ഇല്ല. ഒരു 5:30-6 മണിയൊക്കെ ഓക്കെ, പക്ഷെ ആ നേരത്തൊന്നും ഞാൻ നീക്കാറില്ല കേട്ടോ. നല്ല തണുപ്പായിരുന്നേ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എന്താ രാവിലെ നീച്ചൊന്ന് ഫ്രഷ് ആവാൻ എഴുതി മുഖമൊക്കെ ഒന്ന് കഴുകി, നന്നായിട്ടൊന്ന് കഴുകി കേട്ടോ. നന്നായിട്ടൊന്ന് സോപ്പിട്ട് മുഖമൊക്കെ ഒന്ന് കഴുകി പല്ലൊക്കെ തേച്ച് ഫ്രഷായി വരിക കേട്ടോ. ഇവിടെ അമ്പുടുക്കുട്ടനുണ്ട് കേട്ടോ. അതാണ് ഈ വോയിസ് എടുക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കുന്നത്. ആശ നല്ല കളിയാട്ടോ. അപ്പോൾ അതാ ഞാൻ ആ മക്കളെ ഇടയ്ക്കിടയ്ക്ക് നീക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിയും കൊണ്ട് നിൽക്കണം. അപ്പോൾ ഇച്ചു അതിൻ്റെ ഇടയ്ക്കൊന്ന് തല പൊക്കി ഒന്ന് തട്ടിക്കൊടുത്ത് ഉറക്കിയിട്ട് വന്നു. പിന്നെ അടുക്കളയ്ക്ക് ഇറങ്ങിയപ്പോൾ നല്ല തണുപ്പ് കേട്ടോ. ജനലും കൂടെ തുറന്നിട്ട് ഇപ്പോൾ പറയും വേണ്ട, നല്ല ചൂട് ചായ കുടിച്ചിട്ട് ഇന്നത്തെ ദിവസം തുടങ്ങാമെന്ന്. ഒന്നാമത് ഇന്നലെ നൈറ്റ് ഒന്നും കഴിക്കാതെ കിടന്നാൽ നേരത്തെ കിടന്നുറങ്ങി. മക്കളെ ഉറക്കിയപ്പോൾ ആ കൂട്ടത്തിൽ ഞാനും കിടന്നുറങ്ങിപ്പോയി. പിന്നെ അമ്മയും അച്ഛനും കുറേ കഴിക്കാൻ വിളിച്ചു, പക്ഷെ നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. 2 ദിവസം ആയിട്ട് ഉറക്കമൊന്നും ഇല്ലാത്തതുകൊണ്ട് നന്നായിട്ട് ഉറങ്ങി. അപ്പോൾ അതാ ചായക്ക് കുടിച്ച് ഇന്നത്തെ ദിവസം തുടങ്ങാമെന്ന് കരുതി. അപ്പോൾ നല്ല തണുപ്പല്ലേ. രാവിലെ നിൽക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം, രാവിലെ നിൽക്കുമ്പോൾ നല്ല മൈൻഡാവും കേട്ടോ. നല്ല റിഫ്രഷായിട്ട് നല്ല സുഖമായിട്ട് അന്നത്തെ ദിവസം നല്ല സ്മൂത്തായിട്ട് പണികളൊക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിലും അതെ, ബാക്കി കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും അതെ, നല്ല ഉത്സാഹം കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഇച്ചൂസ് കൂടെ നീച്ച് വന്നു കേട്ടോ. ഞാൻ കുറേ ഉറക്കാൻ നോക്കിയാൽ നീച്ചിട്ടൊന്നുമില്ല, കാരണം സമയം ഇപ്പോൾ 4:45 അപ്പോൾ അത്രയും നേരത്തെ കൊച്ചിനെ നീപ്പിക്കേണ്ടെന്ന് എഴുതിയിട്ട് അവനെ ഉറക്കാൻ നോക്കി. പക്ഷെ അവൻ ഉറങ്ങിയില്ല. എഴുന്നേറ്റ് പിച്ചുവിനെ ഉറക്കാൻ വേണ്ടി പോയതാട്ടോ. ഞാൻ അങ്ങനെ അങ്ങ് ഉറങ്ങിപ്പോയി, അവനെ വിടുന്നില്ല. അപ്പം നേരം നല്ലോണം വെളുത്ത് വന്നിട്ടുണ്ട്. ഒരു 6 മണി 6:30 ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ബാക്കി കാര്യങ്ങളിലൊക്കെ പോയി ഞാൻ പല്ലിച്ച് ഒന്ന് ഫ്രഷായിട്ട് പോയി ചായ കുടിക്കാൻ നേരത്തെ അവൻ നീച്ചാട്ടോ. പിന്നെ അവന് വിശക്കണമെന്ന് പറഞ്ഞാൽ അവനും ചായയൊക്കെ കൊടുത്ത് പിന്നെ അങ്ങനെ എഴുന്നേറ്റാണ്. നമുക്ക് നമ്മൾ കാര്യങ്ങളിലേക്ക് കിടക്കാം. പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകി വെച്ചതുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒതുക്കി വെച്ച് കഴിഞ്ഞിട്ട് നേരെ പോയി കുളിച്ച് ഞാൻ ഇച്ചു എഴുന്നേറ്റിട്ടു അതിനിടയ്ക്ക്. അപ്പോൾ ഉറങ്ങിപ്പോയി. അവൻ ഉറക്കാൻ പോകുന്നില്ല, അവനൊന്ന് ചെറുതായിട്ട് വാങ്ങിപ്പോയി. ഇനിയിപ്പോൾ കുളിച്ചിട്ട് നമുക്ക് അങ്ങനെ ഈ ബാക്കി പരിപാടി വെക്കാം അല്ലേ. അമ്പുടുക്കുട്ടൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. എൻ്റെ കൂടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവനോടും വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ റീസെൻ്റായിട്ട് ചെയ്തത്. അപ്പോൾ തന്നെ കുഞ്ഞ് ക്രീമൊക്കെ ഇട്ട് മുഖം ഒന്ന് റിഫ്രഷ് ആയി, മുഖത്തും കയ്യും കാലിലൊക്കെ ഇട്ട് ഒന്ന് റിഫ്രഷ് ആക്കിയിട്ടുണ്ടോ. കാരണം ഒന്നാമത് ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഈ മഞ്ഞും കൂടെ ആകുമ്പോൾ ആകെ വലിഞ്ഞ് സ്കിന്ന് വല്ലാതെ ചൊറിച്ചിൽ വരും. അതാണ് പ്രശ്നം. മുഖത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചൊറിഞ്ഞ് വരും. ഞാൻ ഡോവിൻ്റെ ക്രീമാട്ടോ യൂസ് ചെയ്യുന്നത്. ഏട്ടൻ കൊടുത്തിട്ടത് കേട്ടോ. നല്ല ആട്ടോ കുട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുക. നല്ല ക്രീമാട്ടോ. അത്യാവശ്യം സ്കിന്ന് നല്ല ഹൈഡ്രേറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കും. പിന്നെ അത്ര തിക്കല്ല, നല്ല ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസി, നല്ല സുഖമായിട്ട് സ്മൂത്തായിട്ട് നമ്മളെ സ്കിന്നുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകും കേട്ടോ. അപ്പോൾ തന്നെ കഴുത്തിലും മുഖത്തും കയ്യിലൊക്കെ ഇട്ടിട്ട് നേരെ അടുക്കളയ്ക്ക് പോയി. പിന്നെ ഇത് ആദ്യം തന്നെ ചെയ്തത് അലക്കാനുള്ള തുണികളൊക്കെ എടുത്ത് വാഷിംഗ് മെഷീനിൽ ഇട്ടു കേട്ടോ. കാരണം ഇത് ഇപ്പോഴിട്ടാലും ഉച്ചയാകുമ്പോഴേക്കും നമ്മളൊക്കെ പണി ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ അതിൻ്റെ കാര്യം നടത്തി കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് അമ്പുടുക്കുട്ടനെ വെള്ളം വേണം എന്നും പറഞ്ഞ് ക്ലാസ് എടുത്ത് വന്നിരിക്കാൻ. അവന് വെള്ളം നല്ലായിരുന്നു. മേശമ്മ വെളിച്ചെണ്ണ ഇരിക്കുന്ന കണ്ടിട്ട് കുപ്പിയിൽ അത് വെള്ളമാണെന്ന് എഴുതിയിട്ട് എന്നോട് ഇങ്ങനെ പറയാട്ടതാ. ഞാൻ ബെഡ്ഷീറ്റൊക്കെ കഴുകാനെടുത്ത്. പിന്നെ രണ്ടാളെൻ്റെ പുറകെ തന്നെ കിട്ടും. ഇച്ചുതാ അച്ഛൻ പോണവരെ അച്ഛൻ്റെ ഫോണിനെടുത്ത് കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അതാണ് ആ ഫോൺ അവൻ്റെ ബെഡ്ഷീറ്റ് എടുത്തു എന്നും പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു.
പിന്നെ ഞാൻ വേറെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് കൊടുത്തപ്പോഴാണ് ആളൊന്ന് സെറ്റായത്. ചില കാര്യങ്ങൾക്ക് ഭയങ്കര നിർബന്ധമാണ്. അങ്ങനെ അതാ അമ്പുക്കുട്ടൻ രാവിലെ തന്നെ ഒരു വടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരും തല്ലി ശരിയാക്കാൻ വേണ്ടിയിട്ട്. എന്നെ നമ്മൾ നേരത്തെ എണീച്ച് കഴിഞ്ഞാൽ ഒരു 8 മണി 9 മണിയാകുമ്പോഴേക്കും എല്ലാ പണിയും കഴിഞ്ഞ് സുഖമായിട്ടിരിക്കട്ടെ. കുട്ടികളെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് വീട്ടിലത്തെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മളെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്തായിട്ട് പോകും കേട്ടോ. അങ്ങോട്ട് വരാം. അപ്പോൾ ഇതാ എൻ്റെ ഒരു ദിവസമൊക്കെ ഇങ്ങനെ കേട്ടോ പോകുന്നത്. നേരത്തെ നീച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 7 മണിയാകുമ്പോഴേക്കും എങ്ങനെയാണ് നീക്കിയിട്ട് ഇന്നിപ്പോൾ അംഗനവാടിയിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലും കൂടി പോകണമെന്ന് എഴുതിയിട്ട് രാവിലെ നേരത്തെ നീച്ച് കേട്ടോ. കാരണം നാളെ ഇവിടുത്തെ പണിയൊക്കെ ഒരുങ്ങി അംഗനവാടി മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് വന്ന് ക്ലാസ്സിനൊക്കെ പോകാനുള്ളത് കൊണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഒരു വീട്ടമ്മ എന്ന നിലയ്ക്കും ഒരു അമ്മ എന്ന നിലയ്ക്കും ഇപ്പോൾ പഠിക്കാനും കൂടെ പോകുന്ന ഇതിൽ സമയം ഇതുപോലെയൊക്കെ മാനേജ് ചെയ്യുന്നുണ്ട്. രാത്രി ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ രാത്രി ചെയ്യും. അമ്മയ്ക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ അമ്മയുള്ള വലിയ ഹെൽപ്പാട്ടോ മക്കളെ നോക്കാൻ. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ പഠിക്കാനൊക്കെ പോകാൻ പറ്റുന്നത്. എൻ്റെ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും വീഡിയോ എടുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഒക്കെ അതെ അമ്മ നല്ല സപ്പോർട്ടാട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നത്. നമ്മൾ ഒരിടയ്ക്ക് വീഡിയോ ഇടാൻ ഭയങ്കര ലാഗായി പോയി. വീഡിയോ ഇടാറേ ഉണ്ടായിരുന്നില്ല. അതിലാണ് നമ്മളെ വ്യൂസും പിന്നെ സബ്സ്ക്രൈബേഴ്സൊക്കെ കുറഞ്ഞു വന്ന് നമ്മൾ ആ ഒരു ഫ്ലോയിലേ പോയിരുന്നെങ്കിൽ ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ആയേനെ എന്നുള്ളൊരു തോന്നലുണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ചായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങിയപ്പോൾ ഒരു സബ്സ്ക്രൈബെങ്കിലും ഡെയിലി വെച്ച് കൂടുന്നത് എനിക്ക് വലിയ കാര്യമായിട്ടോ. ഒന്നുമില്ലാത്തടത്തു നിന്ന് ഇപ്പോൾ നമ്മൾ 600 സബ്സ്ക്രൈബറിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. അപ്പോൾ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. ഞാൻ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് തന്നെ കേട്ടോ വീഡിയോ ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ. എഡിറ്റിങ്ങിൻ്റെ ABCD എന്താണെന്ന് പോലും അറിയാത്ത ഒരാളായിരുന്നിട്ട് ഞാനിപ്പോൾ നന്നായിട്ട് അറിയാമെന്നല്ല, എന്നാലും അത്യാവശ്യമൊക്കെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനും തമ്മിലൈന് സെറ്റ് ചെയ്യാനൊക്കെ ഞാനും പഠിച്ചിട്ട് ഒരുപാട് നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ളത്. നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങി ചെറുതായിട്ടെങ്കിലും വീഡിയോസ് ഇടാനൊക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ അതാ നമ്മൾ അമ്പുക്കുട്ടി ചായയൊക്കെ കൊടുത്ത് അമ്മയും അച്ഛനും പോയപ്പോൾ അവരെ നോക്കി നിൽക്കുക കേട്ടോ. അപ്പോൾ ചായയൊക്കെ കൊടുത്ത് പിന്നെ ഇതാ നമ്മൾ ഡെയിലി ചെയ്യുന്ന പോലെ തന്നെ അവരെ കുളിപ്പിച്ചു, ഭക്ഷണം കൊടുത്തു, ഉറക്കി. പിന്നെ തയ്ച്ചുവിനെ കൊണ്ടുപോകാനുള്ള സ്ഥലത്താണ് കണ്ടത്. മീറ്റിംഗ് ഉള്ളതുകൊണ്ട് അങ്ങനെ പോകണം. പിന്നെ ഇതാ മുളകൊക്കെ കഴുകി വെച്ചേന് ഇന്നലെ ഉണക്കി ഒന്നും കൂടെ ഉണക്കിയിട്ട് നമുക്ക് പൊടിക്കാൻ കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ അതൊക്കെ വെയിലത്തിട്ട് അങ്ങനെ സെറ്റായി. എല്ലാം വാരി വലിച്ച് വീഡിയോയിലെടുത്തിട്ട് കാണിക്കുന്നതിലൂടെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുള്ളൂ. എന്നും ഒരുപോലൊക്കെ തന്നെയല്ലേ നമ്മളെ വീഡിയോസ്, നമ്മൾ കണ്ടൻറ് വീഡിയോസ്, അതായത് ഫുഡ് റെസിപ്പീസൊക്കെ കാണിക്കുന്നത്. എന്നാൽ അത്യാവശ്യം നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്താ നമ്മൾ ഇച്ചുട്ടെന്താ മാമൻ്റെ ചെരുപ്പെടുത്ത് നല്ല കളി. ഇച്ചു എല്ലാം അമ്പും മാമൻ്റെ ചെരുപ്പെടുത്തിട്ട് നല്ല കളിയായിട്ട്. അപ്പോൾ അതിട്ട് നടക്കുക. അതിന് ബിസ്ക്കറ്റ് കഴിക്കാൻ കൊടുത്തപ്പോൾ കാക്കയ്ക്ക് കൊടുക്കാൻ പോകുക കേട്ടോ. കാക്കയ്ക്ക് ഇട്ട് കൊടുക്കലൊക്കെ ആയിരുന്നു അവൻ്റെ പരിപാടി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു ദിവസത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് അമ്പുക്കുട്ടൻ കാക്കയ്ക്ക് കൊടുക്കുക. നിങ്ങളെ വീട്ടിലുണ്ട് ഇതുപോലെ കാക്കയ്ക്ക് കൊടുക്കുന്ന മക്കൾ ഭക്ഷണം കൊടുക്കുന്ന? ഇച്ചു ഇതേപോലെ ആയിരുന്നു കേട്ടോ. ഞാൻ ഇപ്പോൾ അമ്പുട് ഇങ്ങനെ ചെയ്തപ്പോൾ ഇച്ചുവിൻ്റെ ആ ഒരു പ്രായമായിട്ടോ ഞാൻ ആലോചിക്കുന്നത്. ഇതിൽ തന്നെ ഒരു വീഡിയോ ഇട്ട് നമ്മൾ ഫസ്റ്റായിട്ടിട്ടൊരു വീഡിയോ ഇല്ല അതും ഉണ്ട് കേട്ടോ. നമ്മൾ ഇച്ചു ലഡ്ഡു കാക്കയ്ക്ക് കൊടുക്കുന്ന എൻ്റെ ലഡ്ഡു കാക്ക കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നത് നല്ല രസമായിരുന്നു. എന്തായാലും